3 ചോദ്യങ്ങളാണ് നിങ്ങൾ 3 പേർക്കും ആയിട്ട് ഉള്ളത്. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഓരോ ചോദ്യത്തിനും ഓരോ മിനിറ്റാണ് ഉള്ളത്. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേട്ട ശേഷം അതിനുള്ള ഉത്തരം നൽകുക. ആദ്യത്തെ ചോദ്യം റീന മച്ചാനോടാണ്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒരു സെലിബ്രിറ്റി, ഒരു വെൽ നോൺ പേഴ്സണാലിറ്റിയെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ബയോഡാറ്റ അല്ല ഞങ്ങൾക്ക് ആവശ്യം. ആ വ്യക്തിയുടെ സ്പിരിറ്റ് എന്താണ്, ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്താണ് എന്നുള്ളതാണ് അറിയാൻ ആഗ്രഹം. റീന മച്ചനോടുള്ള ചോദ്യം, ആദ്യത്തെ വ്യക്തി ചന്ദ്രലേഖ. ആരാണിവർ? നിങ്ങൾക്കുള്ള സമയം തുടങ്ങുന്നു. എക്സ്ക്യൂസ് മീ, പല ചന്ദ്രലേഖകളുണ്ട്. ഐ തിങ്ക് ചന്ദ്രലേഖ സർ പറയും ചന്ദ്രലേഖ ഏതാന്ന് പ്ലീസ്. ഓൺലി ചന്ദ്രലേഖ, കുറേ ചന്ദ്രലേഖകൾ പോലെയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ചന്ദ്രലേഖ ആരാണെന്ന് പറയും. എൻ്റെ മനസ്സിൽ ഫസ്റ്റിൽ ചന്ദ്രലേഖ എന്ന് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല വെള്ളിമുടി, ഇങ്ങനെ ഊർന്ന് കിടക്കുന്ന കരിമിഷിയിട്ട കണ്ണുകൾ, അതാണ് സാറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ദ ഡാൻസർ ലെജൻഡ് കിങ്. അപ്പോൾ പ്ലീസ് പറയട്ടെ, അറിയുന്ന പറയാണ്. അപ്പോൾ അതാണ് ചന്ദ്രലേഖ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷീ ഈസ് എ ഡാൻസർ. അവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വിചാരിച്ചാൽ, അവർക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു, അതുപോലെ തന്നെ വിമർശകരുണ്ടായിരുന്നു. അടുത്ത ചോദ്യം ഹീരയോടാണ്. ഹീര, സപ്പോസ് ഹീരയുടെ മകൾക്ക് ഒരു റോൾ മോഡൽ, ഒരു മാതൃകാ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ, ഹീരയ്ക്കല്ല, ഹീരയുടെ മകൾക്ക് ഒരു മാതൃകാ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഹീര ആരെയായിരിക്കും അതിനായി തിരഞ്ഞെടുക്കുന്നത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രശസ്ത സയൻറ്റിസ്റ്റായ വിക്രം സാരാഭായിയുടെ പത്നി മല്ലിക സാരാഭായി ആയിരിക്കും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി കൊടുക്കുന്ന റോൾ മോഡൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ്റെ പത്നി ആയിരിക്കുക എന്നുള്ളത് വളരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു പദവിയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വിജയം വരിക്കാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അതേസമയം തന്നെ അവരുടെ വ്യക്തിത്വം നിലനിർത്തി. ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തു. ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ല കലാകാരിയാണ്. പിന്നെ രാഷ്ട്രപതി കലാമിനെ പോലെയുള്ള ആളുകൾ അവരെ ബഹുമാനിക്കുന്നു എന്നുള്ളത്. താങ്ക് യു ഹീര, യുവർ ടൈം ഈസ് ഓവർ. അടുത്ത ചോദ്യം ഷിമയോടാണ്. ഷിമ, നിങ്ങൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം വളരെയധികം ശക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. വളരെ പ്രശസ്തനായ ഒരു സംവിധായകൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു പ്രധാന വേഷം ഓഫർ ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. സോ എങ്ങനെ ഈ സിറ്റുവേഷനെ നിങ്ങൾ തരണം ചെയ്യും? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ എൻ്റെ കുടുംബത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെയും. അപ്പോൾ ഭർത്താവിനറിയാം എന്നാണ് എൻ്റെ വിചാരം. എല്ലാ കാര്യങ്ങളും ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കണ ഒരു ഭാര്യയായിട്ടാണ് എനിക്ക് നിൽക്കാൻ താല്പര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് പറയാണ് അത് ചെയ്തോ, നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അതല്ല വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷിമയോടാണ്. Before that, I should congratulate all three of you because 3 participants ഉണ്ടായിട്ട് you have reached the final, which is really great. And I should congratulate Amrita also for bringing out such wonderful talent. The first question, ഷിമയോട്. സുനീത വില്യംസ് എന്ന ഫേമസ് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. Can you please introduce her?
അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നത് പറയും. യെസ്, ടൈം സ്റ്റാർട്ട്സ് നൗ. സുനിത വില്യംസ് മാമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച വനിത എന്ന ബഹുമതി നേടിയ ഒരു വ്യക്തിയാണ് സുനിത വില്യംസ്. പിന്നെ അവർ ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് തകർത്തത്, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും റെക്കോർഡ് തകർത്ത് 195 ദിവസം എടുത്തിട്ടാണ് അവർ വന്നത്. പക്ഷെ മുന്നത്തെ റെക്കോർഡ് 188 ദിവസവും 4 മണിക്കൂറാണ്. ആ റെക്കോർഡ് തകർത്തിട്ടാണ് അവർ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ശനിയാഴ്ച ജൂലൈ 23 ശനിയാഴ്ച ഏകദേശം അർദ്ധരാത്രി ഒരു 11:48 അവർ എത്തിയത്, മടങ്ങിയെത്തിയിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ അച്ഛൻ അമ്മയുണ്ട്, പിന്നെ അച്ഛൻ ഡോക്ടറാണ്. പിന്നെ വിഷമമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മക്കളില്ല. താങ്ക് യു. താങ്ക് യു ഷിമ. താങ്ക് യു. Next question, Dr. Hireoda. How are you? Fine, ma'am. The question is, വീട്ടിൽ ഒരു ടി വി വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയെ നിങ്ങൾക്കുള്ളൂ. പക്ഷേ പലവരുടെയും രുചി ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും വ്യൂയിങ് ഹാബിറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഹൗ വിൽ യു സോൾവ് ദിസ് പ്രോബ്ലം? ആദ്യം പിന്നെ കുട്ടികളുടെ പ്രായം കണക്കാക്കുക, പിന്നെ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ്. നല്ല പ്രോഗ്രാമാണ്, നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പ്രോഗ്രാം ആണെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി ആ പ്രോഗ്രാമിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു എന്താ പറയുക, ഒരു ഉന്മേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് റിലാക്സേഷന് വേണ്ടി കാണുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്ക് പരസ്യത്തിൻ്റെ ഇടയ്ക്ക് മാറി മാറി ചാനലുകൾ വെച്ച് ആ പ്രോഗ്രാം കാണാം. പഠിക്കുന്ന സമയമാണെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ ഉപദേശിച്ച് പഠിക്കാൻ വിടാം, നമുക്ക് പ്രോഗ്രാം കാണാം. അല്ല, നമ്മുടെ ആവശ്യങ്ങൾ നടത്തേണ്ട സമയമാണെങ്കിൽ ലെറ്റ് ദം ടു റിലാക്സ്, നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോവാം. വെക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഗ്രാംസ് ആണെങ്കിൽ കുട്ടികൾക്ക് കാണാൻ വേണ്ടി നമ്മൾ മാറി നിൽക്കുകയാണ്. താങ്ക് യു ഡോക്ടർ ഹീര. ദ ക്വസ്റ്റ്യൻ ഇസ്, റീനയുടെ കുട്ടികളിൽ ഒരാൾ കുറച്ചുകൂടെ സ്മാർട്ടാണ്, കുറച്ചുകൂടെ കാണാൻ ഭംഗിയാണ് മറ്റേ കുട്ടീനേൽ. പക്ഷേ പലപ്പോഴും പല ആൾക്കാരും ഇവർ രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഭംഗിയുള്ള കുട്ടീനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും അത്രയും ഭംഗിയില്ലാത്ത കുട്ടീനെ അവഹേളിക്കുകയും വിറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഹൗ വിൽ യു സോൾവ് ദ പ്രോബ്ലം? ഒരിക്കലും ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ബാക്കിയുള്ളവർ ചെയ്താലും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് റീന മച്ചാൻ. എൻ്റെ ചേച്ചി എന്നെക്കാൾ സുന്ദരിയാണ്, മെലിഞ്ഞിട്ടാണ്. ഞാൻ നല്ല വണ്ണമുള്ള ഒരാളാണ്. എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ട് ഇത്ര എത്തിച്ചത്. ശരിക്കും എൻ്റെ ഫാമിലിയാണ് സപ്പോർട്ട്. ഞാനപ്പോൾ എൻ്റെ കുട്ടിക്ക് സ്നേഹം പറഞ്ഞു കൊടുക്കും. എന്താണ് സ്നേഹം? മറ്റേ കുട്ടിക്ക് അതേപോലെ പറഞ്ഞു കൊടുക്കും, എങ്ങനെ സ്നേഹിക്കണം, എൻ്റെ അനിയനാണ്, നിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ സ്നേഹം അറിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു ഇതുമില്ല. പിന്നെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. എൻ്റെ കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്താൽ ടോപ്പിലായാൽ, ആർ കെ നാരായണനൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ടോപ്പിലെത്തിയാൽ സൗന്ദര്യം ഒന്നുമല്ല മാം, നത്തിങ്. അത് പല ആൾക്കാരും പ്രൂവ് ചെയ്തിട്ടുണ്ട്. കളർ ഒന്നുമല്ല, നത്തിങ്. നല്ല സ്നേഹം കൊണ്ട് ആ കുട്ടിക്ക് സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, വലിയ നിലയിലെത്തിക്കുക. എൻ്റെ ആദ്യത്തെ ചോദ്യം ഹീരയോടാണ്. ഹീര ഒരു പേഴ്സണാലിറ്റിയെക്കുറിച്ച്, ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അവരുടെ പേര് മൈലമ്മ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല മൈലമ്മയെ അറിയാൻ. ഒറ്റ വാക്ക് മതി, പ്ലാച്ചിമട സമരനായിക. ഒരു വൻ വിദേശ ശക്തിക്കെതിരെ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഒരു സ്ത്രീ പൊരുതി അവരതിൽ വിജയം വരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. വഹിക്കുന്നതിന് മുൻപ് അവരവരുടെ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ദുർഗതി മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് തുടങ്ങിയത്. അപ്പോൾ അവരിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസം കുറഞ്ഞു പോയി എന്ന ഒരു മാനസികാവസ്ഥ
അത് ആവശ്യമില്ല. സ്കൂളിൽ പോലും പോവാത്ത ഒരു സ്ത്രീയാണ് ഇന്ന് ഒരുപക്ഷെ ലോകം മുഴുവൻ മേധാ പട്കറോ വന്ദന ശിവയോ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ ആരാധകരായിരുന്നു. 2007 ജനുവരിയിലാണ് അവർ അന്തരിച്ചത്. താങ്ക് യു. എൻ്റെ അടുത്ത ചോദ്യം റീന മച്ചാനോടാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഓക്കെ, റീന, ചോദ്യം ഇതാണ്. റീനയുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫാമിലിക്കാണ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഈ വീട്ടിൽ ഈ മകൾ കയറി ചെല്ലുന്ന ഈ വീട്ടിൽ മകളുടെ ഇൻലോസ് അമ്മയമ്മയും അമ്മയച്ഛനൊക്കെ വളരെ കൺസർവേറ്റീവാണ്, യാഥാസ്ഥികരാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അഡ്വൈസാണ് റീനയുടെ മകൾക്ക് കൊടുക്കുക? ഓഫ് കോഴ്സ് ആദ്യം പറയും ഇതെന്നെ സ്നേഹിക്കാൻ പറയും. അവിടെ പോയിട്ട് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണല്ലോ മസ്റ്റായിട്ട്. എവിടെയും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വേണ്ടത്. ആദ്യം പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. ജസ്റ്റ് കുറച്ച് കാലം അത് സ്നേഹിച്ച് അവരെ നിൻ്റെ പരിധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്വൈസും കൊടുക്കും. ഞാൻ തന്നെ എനിക്ക് ഫാമിലീനെ പറ്റിയേ പറയുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി തികച്ചും യാഥാസ്ഥിതികരായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ ഇതാ എല്ലാ ടീമും എത്തിയിട്ടുണ്ട്. ഞാൻ സ്നേഹിച്ച് അവരെൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹം കൊണ്ട് എന്തു നേടാൻ പറ്റുകയുള്ളൂ. എനിക്കതാ പറയാനുള്ളത്. കൊടുത്താൽ കിട്ടുന്ന ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ, സ്നേഹം. അത് മാത്രം. അത് കൊടുത്ത് നമ്മളെ പരിധിയിലേക്ക് ആരും പിടിച്ചടക്കാം, ഇവൻ ആനയെ പോലും. താങ്ക് യു. ഷിമയോടുള്ള ചോദ്യം, ഷിമയുടെ കുട്ടിയുടെ മേൽ അവൻ്റെ ഒരു സഹപാഠിക്ക് ഒരു തരം അതിര് കടന്ന സൗഹൃദമുണ്ട്. ഈ സൗഹൃദം എന്ന് പറയുന്നത് ഒരു തരം നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, ദുഷിച്ച പ്രവണതകൾക്കുള്ള ഒരു പ്രേരണയായി മാറുകയാണ്. പക്ഷേ ഷിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മകൻ്റെ സുഹൃത്തിൻ്റെ കുടുംബവുമായിട്ട്, ഫാമിലിയുമായിട്ട് നിങ്ങൾ വളരെയധികം സൗഹൃദത്തിലാണ്. എങ്ങനെയാണ് ഷിമ ഈ പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കൊട് എന്നൊരു ചൊല്ലില്ലേ? ആദ്യം പറഞ്ഞു കൊടുത്തു നോക്കും, പിന്നെ അങ്ങോട്ട് തിരിച്ച് 2 പട കൊടുത്തു നോക്കും. എന്നിട്ടും കേൾക്കണില്ലെങ്കിൽ തള്ളിക്കൊടുക്കും. പക്ഷേ തള്ളിക്കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം തെളിവുണ്ടാവണം. ആ തെളിവ് മോന് കാണിച്ചു കൊടുത്ത് മോനത് ക്ലിയറായിട്ട് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. മോനെ ഇതാണ് സംഭവം. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അവൻ സമ്മതിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ പിണക്കാൻ പറ്റില്ലല്ലോ. അവരോടും കാര്യം നല്ല നയത്തിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മോനെ മനസ്സിലാക്കി മോനെ ഞാൻ നേർവഴിക്ക് കൊണ്ടുവരും. ഞാനൊരു അമ്മയാണ്, എൻ്റെ മോനാണ്, ഒരിക്കലും വഴി തെറ്റില്ല. അതെനിക്ക് നല്ല വിശ്വാസമാണ്. താങ്ക് യു.